1971 ഡിസംബർ പെറുവിലെ ലിമയിൽ നിന്നും പങ്ക്വാന എന്ന സ്ഥലത്തേക്ക് ഒരു വിമാനം പോകുന്നു. ലാൻസ് 508 എന്നായിരുന്നു ആ വിമാനത്തിന്റെ പേര്. നിർഭാഗ്യവശാൽ ഇടിമിന്നലേറ്റ് ആ വിമാനം തകർന്നു വീഴുന്നു. സാധാരണ ഇടിമിന്നലേറ്റ് വിമാനങ്ങൾ തകർന്നു വീഴാറില്ല. പക്ഷേ ഈ തകർച്ചയ്ക്ക് ചില കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് സംസാരിക്കാം. വിമാനം വീണത് ആമസോൺ മഴക്കാടിലായിരുന്നു. സാധാരണ നിലയിൽ ആരും തന്നെ ജീവിച്ചിരിക്കാൻ വഴിയില്ല. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ജൂലിൻ കൊക്കെ എന്ന 17കാരി തൻ്റെ അബോധാവസ്ഥയിൽ നിന്നും പയ്യെ കണ്ണു തുറന്ന ആ 17കാരിക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം താൻ ആമസോൺ മഴക്കാടിനുള്ളിലാണെന്ന് മനസ്സിലായി. ആമസോൺ മഴക്കാടെന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യയെക്കാട്ടിലും 2 ഇരട്ടി വലിപ്പമുള്ള കൊടും വനമാണ്. ഏകദേശം 7-8 രാജ്യങ്ങളുമായാണ് ഈ കാട് അതിർത്തി പങ്കിടുന്നത്. ഒരുപാട് വിചിത്രമായ ജീവികൾ, അപകടകാരികളായ മൃഗങ്ങൾ, എന്തിന് നരഭോജികൾ വരെ ആ കൊടും വനത്തിലുണ്ട്. എന്നിരുന്നാലും ആ 17 വയസ്സുള്ള പെൺകുട്ടി എങ്ങനെ 11 ദിവസം ആ കൊടും വനത്തിനുള്ളിൽ കഴിഞ്ഞുകൂട്ടി? ഇത്രയും വിചിത്രമായ ജീവികളുള്ള ആ വനത്തിൽ ആ കുട്ടി എങ്ങനെ അതിജീവിച്ചു? ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ജൂലിൻ എന്ന 17 വയസ്സുകാരിയുടെ അതിജീവന കഥയാണ്. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലായി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ആയിരത്തി 1954 പെറുവിന്റെ തലസ്ഥാനമായ ലിമ എന്ന നഗരത്തിലാണ് ജൂലിയൻ ജനിച്ചത്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഗവേഷണത്തിൽ വലിയ താല്പര്യമായിരുന്നു. അച്ഛൻ വനത്തെ പറ്റിയാണ് കൂടുതൽ പഠിച്ചിരുന്നതെങ്കിൽ അമ്മ വനത്തിലെ പക്ഷികളെ കുറിച്ചുള്ള ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ പഠിച്ചത്. ആ സമയം ചെറിയ കുട്ടിയായിരുന്ന ജൂലിയൻ ധാരാളം സംശയങ്ങൾ തൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കുമായിരുന്നു. സാധാരണ നിലയിൽ ചില മാതാപിതാക്കൾ അവരുടെ സംശയങ്ങൾ അങ്ങനെ കാര്യമായി എടുക്കാറില്ല, കൂടുതലൊന്നും പറഞ്ഞു കൊടുക്കാറുമില്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ചായിരുന്നു സംഭവിച്ചത്. ജൂലിയന്റെ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പോലും, അതായത് വനത്തെക്കുറിച്ചുള്ള ചെറിയ ചെറിയ സംശയങ്ങൾക്ക് പോലും അവർ കൃത്യമായ മറുപടി നൽകി. മാത്രമല്ല കൃത്യമായി വിശദീകരിച്ചും കൊടുത്തു. ജൂലിയന്റെ അമ്മയായാലും അച്ഛനായാലും അവളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ജൂലിയന് വനത്തെപ്പറ്റി കൃത്യമായ ധാരണയും വിവരവും അറിവും ഉണ്ടായിരുന്നു. അവളുടെ മാതാപിതാക്കൾ വനത്തിൽ ഗവേഷണത്തിനായി പോകുമ്പോൾ അവളും കൂടെ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ജംഗിൾ ഗേൾ എന്ന ഒരു വിളിപ്പേരുമുണ്ട്. അച്ഛൻ ഗവേഷണ സംബന്ധമായ ജോലികളുമായി പങ്ക്വാനയിലായിരുന്നു. ലിമ എന്ന പെറുവിന്റെ ക്യാപിറ്റലിൽ നിന്നും കുറച്ചകലെ, ഏകദേശം 500-600 കിലോമീറ്റർ അകലെയാണ് ഈ പങ്ക്വാന. അമ്മ ലിമ എന്ന സ്ഥലത്ത്, അതായത് പെറുവിന്റെ തലസ്ഥാനമായ ലിമയിൽ ജോലി ചെയ്യുകയാണ്. അതായത് ഈ ഗവേഷണ സംബന്ധമായ ഫോട്ടോഗ്രാഫി, അതുപോലെ ജൂലിയനും അവിടെ പഠിക്കുകയായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ജൂലിയൻ ഒരു 17 വയസ്സായിരുന്നു. അങ്ങനെ ഒരു അവധിക്കാലത്ത് ലിമയിൽ നിന്നും പങ്ക്വാനയിലേക്ക് തൻ്റെ അച്ഛനെ കാണാൻ ജൂലിയനും അവളുടെ അമ്മയും വിമാനത്തിൽ യാത്ര തിരിച്ചു. 1971 ഡിസംബർ മാസം 23-നാണ് അവർ യാത്ര തിരിച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രിസ്മസ് ആയതുകൊണ്ട് വിമാനത്തിലും വിമാനത്താവളത്തിലും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അന്നത്തെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ശക്തമായ മഴയും ഇടിമിന്നലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരുന്നു. എന്തായാലും വിമാനം ടേക്ക് ഓഫായി. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ വിമാനം താഴ്ന്നാണ് പറക്കാറ്. പക്ഷേ ക്രിസ്മസ് അവധി ആയതുകൊണ്ട് ധാരാളം പാസഞ്ചേഴ്സ് ഉള്ളതുകൊണ്ടും പൈലറ്റിന് ഒരല്പം സമ്മർദ്ദമുണ്ടായിരുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് പങ്ക്വാനയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. വിമാനം താഴ്ന്നു പറക്കുകയാണെങ്കിൽ ഈ പങ്ക്വാനയിലേക്ക് എത്താൻ ഒരല്പം സമയമെടുക്കും. പക്ഷെ ഉയർന്നു പറക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പങ്ക്വാനയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ആ വിമാനം സാധാരണ ഗതിയിൽ എന്ന പോലെ, അതായത് നോർമൽ കണ്ടീഷൻ വെതർ എന്ന പോലെ ഉയർന്നു തന്നെ പറക്കാൻ തുടങ്ങി. പ്രത്യേകം ആലോചിക്കുക, ഈ കാലാവസ്ഥാ സാഹചര്യത്തിൽ വളരെ താഴ്ന്നാണ് സാധാരണ വിമാനങ്ങൾ പറക്കാറ്. ഇപ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ ആ വിമാനത്തിൽ പതിച്ചത്. ആ സെക്കൻഡിൽ തന്നെ ആ വിമാനം തുണ്ടായി കഷ്ണങ്ങളായി ഭൂമിയിലേക്ക് പതിച്ചു. കാലങ്ങൾക്ക് ശേഷം വിദഗ്ധർ പറഞ്ഞത് ആ പ്ലെയിൻ നിർമ്മിച്ചത് പഴയ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടാണെന്നാണ്. ഒരു പരിധിവരെ ഇതും ആ വിമാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. മാത്രവുമല്ല ഉയരത്തിൽ പറന്നതും ഒരു പ്രധാന കാരണമാണ്. ഈ വിമാനം കഷ്ണങ്ങളായി തകർന്നു വീണത്
ആമസോൺ മഴക്കാടിനുള്ളിലായിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയ മഴക്കാട്. ആദ്യമൊക്കെ കരുതിയത് ആ വിമാനത്തിലുള്ള 86 പാസഞ്ചേഴ്സ് മരിച്ചുവെന്നാണ്. പക്ഷെ മണിക്കൂറുകൾക്ക് ശേഷം ജൂലിയൻ തൻ്റെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ കണ്ണുകൾ തുറന്നു. ജൂലിയന് തനിക്ക് ധാരാളം പരിക്ക് പറ്റിയെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ വലത്തെ ഷോൾഡറിൻ്റെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അസഹനീയമായ വേദന അനുഭവിക്കുന്നുണ്ട്. മറ്റ് കാര്യമായ പൊട്ടലുകൾ ഒന്നും ഇല്ലെങ്കിലും അവളുടെ ദേഹമാസകലം വലിയ വലിയ മുറിവുകൾ രൂപപ്പെട്ടിരുന്നു. ഞരമ്പുകൾക്കൊന്നും കാര്യമായ അപകടം പറ്റാത്തതുകൊണ്ട് കാര്യമായ ബ്ലീഡിങ്ങും ഇല്ല. അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അവളെ കൊണ്ട് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ആ കഠിനമായ വേദന കടിച്ചമർത്തി എങ്ങനെയൊക്കെയോ അവൾ ആ സീറ്റ് ബെൽറ്റ് ഊരി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കുറച്ച് പ്രയാസപ്പെട്ടെങ്കിലും ആ സീറ്റ് ബെൽറ്റ് ഊരി അവൾ എഴുന്നേറ്റ് നിന്നു. ചുറ്റുപാടെല്ലാം അവളുടെ അമ്മയെ തിരഞ്ഞു. പക്ഷേ ആകാശത്ത് വെച്ച് തന്നെ കഷ്ണങ്ങളാക്കപ്പെട്ട ആ പ്ലെയിൻ പല ഭാഗങ്ങളിലെ ചിന്നിച്ചിതറിക്കിടന്നു. ഒരു ഭാഗം ഇപ്പോൾ ജൂലിയൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ അടുത്ത ഭാഗം ഏകദേശം 500-600 മീറ്റർ അപ്പുറത്തായിരുന്നു. പല ഭാഗത്തായി ചിന്നിച്ചിതറി സാധനങ്ങളും വിമാന അവശിഷ്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അവൾ പറ്റുന്നത്ര ആ ഭാഗങ്ങളിലെല്ലാം അവളുടെ അമ്മയെ തിരഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഡെഡ് ബോഡിയും അതുപോലെ അവരുടെ ലഗേജ് ഇങ്ങനെ അവിടെ എവിടെയായി കിടക്കുന്നത് കാണാം. ആ കൂട്ടത്തിൽ നിന്നും അവൾക്കൊരു മിഠായി പെട്ടി കിട്ടി. വനത്തിലായതുകൊണ്ട് തന്നെ ആഹാരത്തിനായി ആ മിഠായി പെട്ടി അവൾ കയ്യിൽ കരുതി. വീണ്ടും പറ്റുന്നത്ര അവൾ അവിടെ എല്ലാം അവളുടെ അമ്മയെ തിരഞ്ഞു. പക്ഷേ അവളുടെ അമ്മയെ അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അവൾക്ക് നന്നായി കഴുകന്മാർ കരയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അപ്പോഴായിരുന്നു അവളുടെ അമ്മ പണ്ട് പറഞ്ഞത് അവൾ ഓർത്തത്. കഴുകന്മാർ കരയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൂരെ നിന്ന് അത് പറന്നു വരുന്നുവെന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടാകണം. ഡെഡ് ബോഡി കഴിക്കാനാണ് അവ വരുന്നത് എന്ന്. അപ്പോഴേക്കും അവൾ മനസ്സിലാക്കി തൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം മരിച്ചുവെന്ന്. അതായത് ഇന്ത്യയുടെ 2 ഇരട്ടി വലിപ്പമുള്ള വനം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. പോരാത്തതിന് 7-8 രാജ്യങ്ങളുമായാണ് അത് അതിർത്തി പങ്കിടുന്നത്. വിചിത്രമായ ജീവികൾ, അപകടകാരികളായ മൃഗങ്ങൾ, നരഭോജികൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ആ വനത്തിലുള്ള നിഗൂഢതകൾ. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ വിഷമത്തിലായിരുന്നു. പോരാത്തതിന് കഠിനമായ വേദന. കാര്യമായ ബ്ലീഡിംഗ് ഇല്ലെങ്കിലും അവൾക്ക് സംഭവിച്ച മുറിവുകളെല്ലാം വളരെ വലുതായിരുന്നു. ഏത് ദിശയിലേക്ക് പോകണമെന്ന് പോലും അവൾക്ക് യാതൊരു പിടിയുമില്ല. അപ്പോഴായിരുന്നു അവളുടെ അച്ഛൻ പണ്ട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം അവൾ ഓർത്തത്. അതായത് സംശയമെന്ന രീതിയിൽ അവൾ അച്ഛനോട് പണ്ട് ചോദിച്ചിരുന്നു, അച്ഛാ, ഒരു വനത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ എങ്ങനെ പുറത്തേക്ക് കടക്കും? അതായത് ആളുകളുള്ള സ്ഥലത്തേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഞാൻ എങ്ങനെ എത്തിപ്പെടുമെന്ന്. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞത്, അവിടെ എവിടെയെങ്കിലും വെള്ളം പോകുന്ന ശബ്ദം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് അരുവി, നദി, ഇങ്ങനെ എന്തെങ്കിലും ഒഴുകുന്ന ശബ്ദമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെ ചെന്ന് ആ അരുവി, നദി ഒഴുകുന്ന അതേ ദിശയിലേക്ക് പോവുക. ഇതവളുടെ ഓർമ്മയിൽ ശരിയായി വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നദികൾ ഒന്നുകിൽ മലകളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാടുകളിൽ നിന്നും ഒഴുകി ജനവാസ കേന്ദ്രത്തിലേക്ക് ഇങ്ങനെയാണ് അധികവും പോകുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ അവൾ അവളുടെ ചെവികൾ കൊണ്ട് കാതോർത്തു. ഭാഗ്യമെന്ന് പറയട്ടെ, അത്തരമൊരു ശബ്ദം, അരുവി അല്ലെങ്കിൽ നദി ഒഴുകുന്ന ശബ്ദം അവൾക്ക് വളരെ ചെറുതായി കേൾക്കാൻ സാധിച്ചു. അവൾ ആ ദിശയിലേക്ക് പോയി. അവൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ അരുവിയുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ധാരാളം വെള്ളം കുടിച്ചു. എന്നിട്ട് ആ നദി ഒഴുകുന്ന ദിശയിലേക്ക് അവൾ നടന്നു. കയ്യിലുണ്ടായിരുന്ന മിഠായി പെട്ടിയിൽ നിന്നും അവൾ ഓരോ മിഠായിയായി കഴിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ ചില മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ മിഠായികളുടെ എണ്ണവും കുറഞ്ഞു. ഇടയ്ക്ക് വിശ്രമിച്ചും രാത്രി ഉറങ്ങിയും അല്ലാതെയും അവൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഏകദേശം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള മിഠായി എല്ലാം തീർന്നു. പതിയെ പതിയെ അവൾക്ക് വിശപ്പ് സഹിക്കാനാകാതെയായി. ചുറ്റും നോക്കിയാൽ വളരെ ഭംഗിയുള്ള പഴങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ അത് പിച്ച് കഴിക്കണം എന്ന് കഴിക്കാൻ തോന്നുന്നത്ര ഭംഗിയാണ് ചുറ്റുമുള്ള പഴങ്ങൾക്ക്. അപ്പോഴാണ് അവളുടെ അച്ഛൻ പണ്ടവളോട് പറഞ്ഞ ഒരു കാര്യം അവൾ ഓർത്തെടുത്തത്. അതായത് വനത്തിനുള്ളിൽ കാണുന്ന ഒരു പഴങ്ങളും, നമുക്ക് പരിചയമില്ലാത്ത ഒരു പഴങ്ങളും നമ്മൾ പെട്ടെന്നെടുത്ത് കഴിക്കരുത്. ഇങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മിക്കതിലും അതിമാരകമായ വിഷാംശം ഉണ്ടായിരിക്കും. നമുക്ക് പരിചയമുള്ളവ മാത്രമേ കഴിക്കാവൂ എന്ന് അച്ഛൻ പറഞ്ഞു. ഇത് മനസ്സിലാക്കി അവൾ ചുറ്റുമൊന്ന് പരതി. പക്ഷെ അവൾക്ക് പരിചയമുള്ള ഒരു പഴങ്ങളും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ഭംഗിയുള്ള ഒരു തവള അവളുടെ കണ്ണിൽപ്പെട്ടത്. വിശപ്പ് സഹിക്കാനാകാതെ അവൾ അതിനെ കഴിക്കാൻ വിചാരിച്ചു. മനസ്സില്ല മനസ്സോടെ അവൾ അതിനെ പിടിക്കാനായി പോയി. പക്ഷേ അവൾ വളരെ ക്ഷീണിതയായിരുന്നു. അവളെ കൊണ്ട് അതിനെ പിടിക്കാൻ സാധിച്ചില്ല. ദിവസങ്ങളും രാത്രികളും കടന്നുപോയി. അങ്ങനെ ഏകദേശം 10ാം ദിവസം അവളുടെ ചില മുറിവുകളിൽ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞു. ഒട്ടുമിക്ക മുറിവുകളും ഉണങ്ങിയെങ്കിലും ചില മുറിവുകൾ അതിമാരകമായി തുടർന്നു.
പ്രതീക്ഷ കൈവിടാതെ സർവ്വശക്തിയുമെടുത്ത് അവൾ നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം പകൽ അവൾ നദിയുടെ തീരത്ത് ഒരു ബോട്ട് കണ്ടത്. ശരിക്കും അവൾക്കത് വിശ്വസിക്കാനേ സാധിച്ചില്ല. കാരണം ആ ഒരു സ്ഥിതിയിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും. ഇതൊക്കെ സത്യമാണോ, ഈ കാണുന്നതൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥ. പക്ഷെ അതൊരു യഥാർത്ഥ ബോട്ടായിരുന്നു. അവൾ അങ്ങനെ ചുറ്റും നോക്കി, ആരെയും കാണാൻ സാധിച്ചില്ല. വളരെ അവശ്യമായതുകൊണ്ട് വിശപ്പും സഹിക്കാനാകാതെ അവൾ ആ ബോട്ടിൽ കയറി. കയ്യനക്കാൻ അവളെ കൊണ്ട് ഒട്ടും വയ്യ. പക്ഷെ അവൾ എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് നദിയിലൂടെ പോയിക്കൊണ്ടിരുന്നു. കുറച്ചധികം മുന്നോട്ട് പോയപ്പോൾ നദിയുടെ തീരത്ത് ഒരു വീട് അവൾ കണ്ടു. അപ്പോൾ അവൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അവൾ എത്രയും പെട്ടെന്ന് അവളുടെ വേദന മറന്ന് തുഴഞ്ഞ് ആ വീടിനരികത്തേക്ക് പോയി. ബോട്ട് ആ വീടിൻ്റെ നദിക്കരയിൽ ഉപേക്ഷിച്ച് ആ വീടിനടുത്തേക്ക് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. അവൾക്ക് വീണ്ടും നിരാശയായി. ആ വീടിൻ്റെ ചുറ്റും നടന്നവൾ നോക്കി. അപ്പോഴാണ് ആ വീടിൻ്റെ ഒരു മൂലയിൽ ഒരു കുപ്പിയിൽ മണ്ണെണ്ണ ഇരിക്കുന്നത് അവൾ കണ്ടത്. ഈ സമയത്ത് അവളുടെ അച്ഛൻ ചെയ്ത ഒരു കാര്യം അവളുടെ ഓർമ്മയിൽ വന്നു. അതായത് ജൂലിയൻ്റെ വീട്ടിൽ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. ആ നായക്കുട്ടിക്ക് ഇതുപോലെ മുറിവുകളിൽ പുഴുക്കൾ വന്നപ്പോൾ അവളുടെ അച്ഛൻ ഒരു കമ്പിൽ തുണി ചുറ്റി അതിൽ മണ്ണെണ്ണ ഒഴിച്ച് അത് തേച്ച് ആ പുഴുക്കളെ മുറിവുകളിൽ നിന്നും എടുത്തു മാറ്റി. അതവൾക്ക് ഓർമ്മ വന്നു. അവളും അതേ കാര്യം ഇവിടെ ചെയ്തു. ഏകദേശം 10-20 പുഴുക്കളെയാണ് അവൾ ആ ഓരോ മുറിവിൽ നിന്നും എടുത്തു കളഞ്ഞത്. അന്ന് രാത്രി ആ വീട്ടിൽ അവൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം കുറച്ചാളുകൾ ആ വീട്ടിലേക്ക് വന്നു. അപ്പോഴും അവൾ വളരെയധികം സന്തോഷിച്ചു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവരോട് വിശദീകരിച്ചു. അപ്പോഴേക്കും അവരും അറിഞ്ഞിരുന്നു ആമസോൺ ഫോറസ്റ്റിനുള്ളിൽ ഏതൊരു വിമാനം തകർന്ന് വീണു എന്ന വാർത്ത. അവരപ്പം തന്നെ ഫോറസ്റ്റിനെ അറിയിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് അവളെ മാറ്റുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ അവൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഡോക്ടർ അവളോട് പറഞ്ഞത്, ഇന്നലെ രാത്രി ആ പുഴുക്കളെ എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ മരിച്ചേനെ എന്ന്. ജൂലിയാന പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്ഥലം കണ്ടെത്തി. അതായത് പ്ലെയിൻ തകർന്നു വീണ സ്ഥലം, നിരവധി ഡെഡ് ബോഡീസ്, പ്ലെയിൻ്റെ അവശിഷ്ടങ്ങൾ എല്ലാം കണ്ടെത്തി. നിർഭാഗ്യവശാൽ അതിലൊന്ന് അവളുടെ അമ്മയുടേതായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് വിമാനം തകർന്നു വീണ ആ ദിവസം അമ്മ മരിച്ചിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ ജൂലിയൻ അവളുടെ അമ്മയെ തിരക്കി അവിടെ നടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അമ്മയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അമ്മയെയും രക്ഷപ്പെടുത്താനാകില്ലായിരുന്നു, അവളെയും രക്ഷിക്കാനാകില്ലായിരുന്നു. കാരണം ഇത്രയും പൊക്കത്തിൽ നിന്ന് വീഴുമ്പോൾ അവർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ടാവാം. ഈ നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡോക്യുമെന്ററിയും ഒരു സിനിമയും ജൂലിയന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇറങ്ങി. ജൂലിയൻ കോപ്കിൻ ഇപ്പോൾ ജൂലിയൻ വില്ലർ എന്ന പേരിൽ മാമോളിസ്റ്റായി വർക്ക് ചെയ്യുന്നു. എന്തായാലും ആമസോൺ പോലുള്ള ഒരു കൊടും കാട്ടിൽ നിന്ന് 11 ദിവസത്തിന് ശേഷം മരണത്തെ മുഖാമുഖം കണ്ടതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജൂലിയാനയുടെ കഥ ഇപ്പോഴും അവിശ്വസനീയമാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങൾ ഇങ്ങനെ ഒരു കൊടും കാടിനുള്ളിൽ അകപ്പെട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെല്ലാമായിരിക്കും ചെയ്യുക? ജൂലിയാന ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്യുമോ, അല്ലെങ്കിൽ അതിന് വിപരീതമായിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.